ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും വരുമാനമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രമെന്ന് പറയുന്നത്. ശബരിമല 400 കോടിയാണെങ്കിൽ ഇവിടെ നടവരുമെന്ന് പറയുന്നത് 30 കോടി. ആ വ്യത്യാസമുണ്ട്, 10-1 പോലുമില്ല. അവിടെ വെച്ച് ഇന്നലെ നടന്ന ഒരു യോഗത്തിൽ വെച്ചിട്ട് വളരെ നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു പരാമർശം ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ കൈക്കൊള്ളുകയുണ്ടായി. ഈ ലോകത്തെങ്ങും അല്ലേ അദ്ദേഹം ജീവിക്കുന്നതെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ വൈക്കം ക്ഷേത്രം, ആ വൈക്കം ക്ഷേത്രത്തിലെ കഴകക്കാരൻ ഒരു ബ്രാഹ്മണനായിരിക്കണമെന്ന് ഇയാൾ കയറി അഭിപ്രായം പറയുക. ഇയാൾ ഏത് യുഗത്തിലാണ്, ഏത് രാജ്യത്താണ് ജീവിക്കുന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവും. എന്ത് പറയുന്നു മാഷെ, ഇതെന്തൊരു തോന്നിയാസമാണ്, ഇതെന്തൊരു അസംബന്ധമാണ്. ആദ്യമേ ഈ KS പ്രവീൺകുമാർ ചോദിക്കണം, വൈക്കം മഹാദേവൻ ഏത് ജാതിയാണ്? പരമശിവന്റെ ജാതി ഇവനെന്ന് പറയണം, മനസ്സിലായില്ലേ? അല്ല, ആദ്യമേ അതാ വേണ്ടത്. പരമശിവന്റെ ജാതി ഒന്ന് വേർതിരിച്ച് തരാൻ പറയണം. ബ്രാഹ്മണൻ മാത്രം പൂജിച്ചാൽ മതി ഇന്ന് പറയുന്ന ഈ KS പ്രവീൺകുമാറിൻ്റെ അടുത്ത് ബ്രാഹ്മണൻ എന്താണെന്നുള്ളതിൻ്റെ നിർവചനം കൂടെ പഠിക്കാൻ പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയാം, ഞാൻ പഠിച്ചിട്ടുള്ള, എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ചെറിയ അറിവിനകത്ത് ബ്രാഹ്മണൻ എന്ന് പറയാൻ ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ എന്ന്. ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ അറിവിൽ, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, നമ്മളുടെ ബോധ്യത്തിൽ ഒരമ്പലത്തിലും ബ്രാഹ്മണൻ പൂജിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾക്ക് ഏറ്റവും അറിയാവുന്ന പരശുരാമൻ മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയ കേരളത്തിൽ പരശുരാമൻ നിയോഗിച്ച, മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയോ എന്നുള്ളതിനെ പറ്റി ആ ഐതിഹ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അവർ നിയോഗിച്ചിട്ടുള്ള താന്ത്രിക കുടുംബം എന്നുള്ള ആണല്ലോ ഇവരുടെ പേര്, ചെങ്ങന്നൂർ താഴ്വൺ മഠത്തിലെ പേര്. അതിലാ ഒരുത്തൻ ഇപ്പൊ അതിനകത്ത് കിടന്ന് പുഴുക്കുന്ന ജയിലില്. മനസ്സിലാകുന്നുണ്ടോ? ഈ ശബരിമലയ്ക്കകത്ത് നടന്ന കൊള്ളയുടെ മൊത്തം കസ്റ്റോഡിയൻ, മനസ്സിലായില്ലേ? ഇയാള് പ്രവീൺകുമാർ അറിയുന്ന ബ്രാഹ്മണൻ, പ്രവീൺകുമാർ കാണുന്ന ബ്രാഹ്മണൻ, ജന്മം കൊണ്ട് ബ്രാഹ്മണൻ, തന്തയും തള്ളയും ബ്രാഹ്മണന്റെ പേരുള്ളവൻ, അവരുടെ അല്ലെങ്കിൽ ആര്യ, അവനല്ല ബ്രാഹ്മണൻ, അവൻ ചണ്ടാളനാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, തീരുമാനം പിണറായിയുടെ വളരെ കൃത്യമായിരുന്നു, ശക്തമായിരുന്നു. പല വിമർശനങ്ങളുള്ളപ്പോഴും അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിന് വിമർശനമുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ജയകുമാറിനെ തീരുമാനിച്ച കാര്യത്തിനകത്ത് ഞാൻ 100% പിണറായി വിജയന്റെ തീരുമാനത്തോട് അംഗീകരിക്കുന്നു. ജയകുമാറാ പറഞ്ഞ, ഇയാൾക്ക് നാണമില്ലയോടെ ഇത് പറയാൻ? ഇയാൾ എവിടാ ജീവിക്കുന്നത്, ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇവർ ബ്രാഹ്മണ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴും BJPയുടെ കാര്യം പറയുമ്പോഴും ഇവിടെ RSS ആയത് വളർത്തുമെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ. RSS ആണ് സാറേ, എനിക്കറിയാം RSSനെ. RSS ആണ് ഇവിടുത്തെ താഴെ തട്ടുതോലുള്ള, അല്ലെങ്കിൽ യുവമാർ ജന്മം കൊണ്ട് ജാതി വേർതിരിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടെ വേണ്ട രീതിയിലുള്ള പൂജ പഠിപ്പിച്ച് ഇന്ത്യയിലുടനീളമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പൂജാരിയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമതൊന്ന് SNDP യോഗം. പക്ഷെ ആദ്യം അതിന് തയ്യാറെടുത്തതും ആ താല്പര്യം കാണിക്കുന്നതും ഈ പറയുന്ന RSS ആണ്. രണ്ടാമതൊന്ന് SNDP, മൂന്നാമത് ശ്രീ ദേശങ്കന്റെ ആശ്രമത്തിന് വേണ്ടി വലിയ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അതാണ് ശരിയെന്ന് വരുമ്പോൾ, കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഒരു പാവം പിടിച്ച ഈഴവൻ, ഏത് ജാതി ആയിക്കോട്ടെ, അവൻ അർഹത ഉണ്ടായിട്ടില്ലേ അവൻ ആ ടെസ്റ്റ് എഴുതി അവിടെ കയറി വന്നത്? ഭരണഘടനാപരമായിട്ട് മാത്രമല്ല, ആരാ അമ്പലത്തിൽ അവിശ്വാസികൾ അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നതെന്ന് ഗുരുവായൂർ ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട്. സാറിന് അറിയാം ഏതാ അവിശ്വാസി എന്നറിയാം? യഥാർത്ഥത്തിൽ അവിശ്വാസി എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിലെ ആചാരങ്ങളിൽ വിശ്വാസമില്ലാത്തവൻ അവിശ്വാസി. ഞാൻ അവിശ്വാസമില്ലാത്തവനെങ്കിൽ ഞാൻ ഹിന്ദുവാന്ന് പറഞ്ഞിട്ടോ ജന്മം കൊണ്ടോ കാര്യമില്ല, ഞാൻ അവിശ്വാസിയാണ്. ആ അമ്പലത്തിനകത്ത് കയറണമെങ്കിൽ ആ അമ്പലത്തിനകത്ത് കയറുന്നതിന് അനുശാസിച്ചുണ്ട്. ഉടുപ്പൂരണോ അല്ലെങ്കിൽ വേറെ എന്ത് അമ്പലത്തിൽ തൊഴേണ്ട രീതികൾ, മറ്റു കാര്യങ്ങൾ, അതിനകത്തിരിക്കുന്ന ഭഗവാനെ ഞാൻ കാണാൻ അല്ലെങ്കിൽ എനിക്ക് അംഗീകരിക്കാൻ തയ്യാറാണെന്നുള്ള ആൾക്കാർക്ക് അതിനകത്ത് കയറാം. അതാ എന്തുവാ അവിശ്വാസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല ഹിന്ദു അല്ലാത്തവൻ കയറണം, ഹിന്ദു ആവുന്നവനെ അതിനകത്ത് കയറാൻ താല്പര്യപ്പെടുത്തുള്ളല്ലോ. അല്ലാത്തൊരു ഹിന്ദു അല്ലാത്തവരുത്തൻ ക്രിസ്ത്യാനി അവൻ്റെ ഒരു ഏകമത വിശ്വാസത്തിൽ ജീവിക്കുന്നവനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഏകമത വിശ്വാസത്തിൽ ജീവിക്കുന്നവനോ അതിനകത്ത് വിശ്വസിക്കാനുള്ളവൻ കയറത്തില്ല. അപ്പൊ അതാണ് ഇതിന്റെ ശാസ്ത്രം എന്ന് പറയുന്ന സമയത്ത് ഇതേമാതിരി ഉള്ളവൻ ഈ ഉത്തരവാദിത്തപ്പെട്ടിടത്ത് കയറിയിരുന്ന് ഇവൻ എന്തിനാണെന്നറിയാം ഇത് പറയുന്നത്? ഇവന്റെ ആൾക്കാർ ഈ കൊള്ള സംഘത്തെ അവിടെ നിയമിക്കുന്നതിന് വേണ്ടി ഈ പാവം പിടിച്ചവൻ അവിടെ വന്നാൽ അവനൊരു പക്ഷേ ഇതിനകത്ത് വരുന്നതിന്റെ കാര്യം ഒന്നും അറിയാം, അവന് ദൈവഭയം ഉള്ളതുകൊണ്ട്, താല്പര്യം കൊണ്ട്, അവന്റെ ജോലിയാണെന്ന് ഒരു ഉപാസനയുടെ രൂപത്തിൽ അവൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും ആ ജോലി തിരഞ്ഞെടുക്കും. അവന് വേറെ എന്തെങ്കിലും ജോലിയുണ്ട്. അപ്പൊ അവനവിടെ വന്നാൽ ഇവന് ഈ പറയുന്ന പോലെ ശബരിമല നടത്തിയ പോലുള്ള മോഷണം നടത്താനൊക്കത്തില്ല. ഇവന്മാര് 27 കുറിയും ഇട്ട് അല്ലെങ്കിൽ പൂണൂലും ഇട്ട് ഞാൻ ബ്രാഹ്മണനാണ് പറയുന്നതിന്റെ മുമ്പിൽ ഒരു അയ്യപ്പൻ, പറഞ്ഞു തീരുമ്പോൾ ഒരു അയ്യപ്പൻ സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്. എന്നിട്ട് ആ കാര്യം പറയുന്നത്, അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു സ്വാമി ശരണം, തന്ത്രിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ട് അവൻ ചെയ്ത പണി എന്തു? അപ്പം ഇത് ഇവിടെ അവസാനിപ്പിക്കണം.
ഇത് വിശ്വാസത്തിൻ്റെ പേര്. ബ്രാഹ്മണൻ പൂജിച്ചാലേ കാര്യമുള്ളൂ. ആദ്യമേ ഇവിടെ ഹിന്ദുക്കളെ ഈ പറയുന്ന ജയകുമാറിനെ പോലുള്ള ബോധ്യമുള്ളവർ, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്നവർ, അവർ ബോധ്യപ്പെടുത്തണം എന്താണ് ഹിന്ദു, എന്താണ് ആചാരം, എങ്ങനെയുള്ളവരാണ് പൂജിക്കേണ്ടത്. അല്ലാതെ ഇത് ഓരോരുത്തരുടെ തിട്ടൂരവും താല്പര്യവും അല്ലെങ്കിൽ കസ്റ്റഡിയിലുമാക്കി വെച്ചിട്ട് ഇതുപോലുള്ള കൊള്ള നടത്തുന്നതിന് വേണ്ടി നിൽക്കുന്നവരെ തിരിച്ചറിയണം. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവനാണ് ഈ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ KS പ്രവീൺ കുമാർ എന്ന് ആരെങ്കിലും വിചാരിച്ചാലും തെറ്റു പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനായി തീരുന്നതെന്ന് വേദങ്ങൾ തന്നെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാതിരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ അവിടെ അയോഗ്യനാണ്. അതുപോലെ പ്രശാന്ത് ചേർത്തതിനോട് ഒന്നുകൂടെ പറയാം, അവിശ്വാസി എന്ന് പറയുന്നത് ഈ ആചാരം പാലിക്കാത്തവൻ മാത്രമല്ല, അവിടെ കക്കാനും മോഷ്ടിക്കാനും എന്ന ഉദ്ദേശത്തോട് കയറുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകളും അവിശ്വാസികളാണ്. അമ്പലത്തിനകത്ത് കയറാൻ കൊള്ളാത്തവരാണ്. ഏത് ചണ്ടാലിനും മനഃശുദ്ധി ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനാണ്, അവിടെ കയറാം. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാലം ഭക്തിയുടെ വലിയ വ്യവസായം നടക്കുന്ന കാലമാണ്. ഭക്തി വ്യവസായത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ ഉപകരണമാക്കി ഒരുപാട് പണം അടിച്ചെടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കയറിക്കൂടിയിരിക്കുന്നത് അമ്പലങ്ങളിലാണ്. ദേവസ്വം ജീവനക്കാരെന്ന് പറയുന്നതിൽ വളരെയധികം പേര് സത്യസന്ധരായ കുറച്ച് പേരുണ്ടാവും. ബാക്കിയുള്ള ആളുകൾ അയ്യപ്പനെ കക്കാനും മറ്റ് ദേവന്മാരെ കക്കാനും ഒക്കെ നടക്കുന്നവരാണ്. കളവ് മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ആ കളവ് നടത്തുക മാത്രമല്ല, അവൻ്റെ സ്വജനപക്ഷപാതം അതിശക്തമായിട്ട് നടപ്പിലാക്കുക. ഇവിടെ ഈ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടുള്ള പ്രവീണിൻ്റെ പരിപാടി എന്താണ്? അവന് ഇഷ്ടമുള്ള ഒരുത്തനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ പരീക്ഷയൊക്കെ പാസ്സായി വന്ന ആളുകളായിരിക്കും. അതെ, അവരിൽ ഈഴവരുണ്ടാവും, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇവനൊന്നും കയറ്റാൻ പാടില്ല എന്ന് പറയണേ. ഏത് ക്ഷേത്രത്തിൻ്റെ കാര്യം പറയണം? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ സ്ഥലം. അവിടെ ഇവനെങ്കിലും വർത്തമാനം പറയാന്ന് പറഞ്ഞാൽ അവിടെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയ പ്രദേശമാണ്. അതെ, ആ ഇണ്ടംതിരുത്തി മനയിലെ നമ്പൂതിരി അദ്ദേഹം ഗാന്ധി വന്നിട്ട് പോലും അകത്ത് കയറ്റിയില്ല. പുറത്ത് ഗാന്ധിക്ക് ഇരിക്കാനായിട്ട് പ്രത്യേക സ്ഥലം ഉണ്ടാക്കിയാണ്. അവസാനം അവസാനം ആ മന എന്ത് ചെയ്തു? ഇവര് വാങ്ങിച്ചു. കാലം കരുതി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണ് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോഴും ഈ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ വേഷത്തിൽ നമ്മളുടെ ജാതിവാദികൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവനെ അടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ജയകുമാർ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? അവനോട് ചോദിച്ചു, നീ ഏത് കാലത്താണ് ജീവിക്കുന്നത്, നീ ഏത് കാലത്താണ് ജീവിക്കുന്നത് ചോദിക്കുന്നതിനാണ് ഈ ഉത്തരം. ശരിയാണല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾക്ക് വലിയ വിവാദം ഉണ്ടായതാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ. അവിടെ കഴകം ജോലിയിലേക്ക് പ്രവേശിച്ച ഈഴവനെ അവിടെ കയറ്റില്ല എന്ന് പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കേരളം എന്ന് പറയുന്നത് എന്താണ്? വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു സമൂഹമാണ് എന്ന് വിചാരിക്കുമ്പോഴും ഇപ്പോഴും ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ മനസ്സിനകത്ത് സൂക്ഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അവരെ ശരിയായ രീതിയിൽ നിലനിർത്തുക എന്ന് പറയുന്നത്, അവനെ നിലക്ക് നിർത്തുക, ശരിയായ രീതിയിൽ നിലനിർത്തുക എന്ന് വെച്ചാൽ അവനെ ശരിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജയകുമാറിനെ പോലെയുള്ള ഒരാളല്ലായിരുന്നു നമ്മുടെ പ്രസിഡൻ്റെങ്കിൽ ചിലപ്പോൾ ഇത് പുറത്തുപോലും അറിയില്ല. അതെ, പുറത്തുപോലും അറിയില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ നിയമനം നടക്കുന്നത് മിക്കവാറും ഈ ഏതെങ്കിലും ബ്രാഹ്മണ വേഷധാരിയായിരിക്കും എന്നുള്ളതാണ്. ബ്രാഹ്മണൻ വന്നാൽ ഇതൊക്കെ ഭംഗിയാവുള്ളൂ. നമുക്കറിയാലോ ഈ ബ്രാഹ്മണർ എന്താ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളെ മുഴുവനും ഈ കച്ചവട സ്ഥാപനങ്ങളായിട്ട് കണ്ട് അവിടെ നിന്ന് പണമടിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും ജീവനക്കാരുമാണ് അതിൻ്റെ ചുറ്റുമുള്ളത്. ഇത് തിരിച്ചറിയുന്നൊരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ തന്നെ യഥാർത്ഥത്തിൽ വേണ്ടതാണ്. വെറുതെ ഇങ്ങനെ ഇത് പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിരുട്ടെ, അതാണ് നല്ലത്. അല്ലല്ല, ആദ്യം ജയകുമാർ പറയുക മാത്രമല്ല, പ്രവർത്തിക്കണം. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ അസിസ്റ്റന്റ് കമ്മീഷണറെ ആ നിമിഷം തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടണം. ദേവസ്വം ബോർഡ് എന്ത് സ്വയംഭരണ സ്ഥാപനം എന്നല്ലേ പറയുന്നത്, മന്ത്രിക്ക് അധികാരമില്ലെന്നല്ലേ പറയുന്നത്. അദ്ദേഹം നടപടിയെടുത്ത് കാണിക്കണം. അതാണ് അതിൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കം. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞു വരുമ്പം ഈ ബ്രാഹ്മണ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് താഴ്മണ്ണല്ല. ഇപ്പൊ ഈ വൈക്കം ക്ഷേത്രത്തിന്റെ അനുബന്ധിച്ചെന്ന് ഗാന്ധിജിയെ പോലും വെളിയിലിരുത്തിയെന്ന് കാലത്തിന്റെ ഒരു കാവ്യനീതി. ആ സ്ഥാപനം അവിടുന്ന് വിറ്റ് പറക്കി മുടിഞ്ഞ് മുച്ചൂട് വെച്ച് ആ കുലം മൊത്തം വെച്ചിട്ട്
ചെത്തൊഴിലാളി യൂണിയൻ്റെ ഓഫീസാണ് അതിപ്പം. എന്ന് വെച്ചാൽ അവർ ആർക്ക് വേണ്ടി അത് സംസാരിച്ച് അവർ വൈക്കം മഹാദേവന് വേണ്ടി സംസാരിച്ചു. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തിട്ടൂരമാണ് ഇവിടെ വേണ്ടത്, ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഭഗവാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെ മന ചെത്തൊഴിലാളിയുടെ കയ്യിൽ പോകും തീർച്ചയായിട്ടും. പക്ഷേ അപ്പം ഭഗവാൻ അതല്ല ആഗ്രഹിക്കുന്നത്, മനസ്സിലായത്? ഈ പറയുന്ന ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള എല്ലാ ആൾക്കാരും അവിടെ കയറി തൊഴുത് ഇറങ്ങിപ്പോകണമെന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതിനുള്ള തെളിവാണിത്. മാത്രമല്ല, ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്തു, ജാതീയത പറയാനല്ല, വൈക്കത്ത് അഷ്ടമി പോലുള്ള മഹോത്സവങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ശിവന്മാരിൽ ഒന്നായിട്ട് ആരാധിക്കപ്പെടുന്ന വൈക്കം മഹാദേവറിൻ്റെ മുമ്പിലെത്തുന്നതിൽ ഭൂരിപക്ഷം പേരും അവർണരായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അഘോര ശിവനായിട്ടുള്ള ഏറ്റുമാനൂർ, അവിടെ തൊഴാൻ വരും. നമ്മളും വെറുതെ നോക്കുക, ജാതി നോക്കാൻ വേണ്ടിയിട്ടല്ല, മഹാഭൂരിപക്ഷവും അവർണരായിട്ടുള്ള ആൾക്കാരാണ്. അവർണരെന്ന് ഇവിടെ മുദ്ര കുത്തിയിട്ടുള്ള ആൾക്കാർ മുദ്ര കുത്തി നാമധാരികൾ, ബ്രാഹ്മണ നാമധാരികളുടെ ജനകീയ ക്ഷേത്രങ്ങൾ. ഇതൊക്കെ നമ്മുടെ പഴയ ചാതുർവർണ്ണത്തിന്റെ അവശിഷ്ടങ്ങളാണല്ലോ ഈ അവർണരും സവർണരും. അതെ അതെ, അത് ചാതുർവർണ്ണ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതും കൂടി മാറ്റേണ്ടതാണ്. അത് തീർച്ചയായിട്ടും വേദങ്ങൾ അത് തന്നെ പറയുന്നുണ്ട്. ജന്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുകയോ അല്ലെങ്കിൽ ചണ്ടാലനാവുകയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ല, ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാത്തതിൻ്റെയും അത് പഠിക്കാത്തതിൻ്റെയും ദോഷങ്ങളാണ് ഇവിടെയൊക്കെ ഈ ദേവസ്വം ബോർഡിൽ വരെ, അസിസ്റ്റന്റ് കമ്മീഷണറിൽ വരെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരെ കുടി പാർക്കുന്നത്. ദേവസ്വം ബോർഡിന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. കൊള്ളാവുന്നതിനെ വെക്കണം. ആ, ശരി.